ഫാറൂഖ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തോന്ന് ചോദിക്കാം. ഫാറൂഖേ, എന്തോ പരിപാടി? കുറേ RC ബുക്കൊക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തില്ലേ, വണ്ടികൾ കുറേ പർച്ചേസ് ചെയ്തല്ലോ, അപ്പോൾ അതിൻ്റെ നമ്പറുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്പർ അപ്ഡേറ്റഡ് അല്ല, ഫോൺ നമ്പർ ഒന്നും അപ്ഡേറ്റഡ് അല്ല ഇല്ലയോ? അതിനെപ്പറ്റി സെക്യൂരിറ്റി. ഓക്കെ ഓക്കെ ഓക്കെ. നിലവിലത്തെ സിറ്റുവേഷൻ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ്. A&S മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു യൂസർ ബൈക്ക്, ബഡ്ജറ്റ് ഫ്രീ ആയിട്ടുള്ള യൂസർ ബൈക്കിൻ്റെ സ്കൂട്ടറിൻ്റെ ഒക്കെ ഒരു ഷോപ്പാണ് ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങളുടെ പേര് അജ്മൽ ഫാറൂഖ് എന്നാണ്. അപ്പം ഓതറൈസ്ഡ് ഡീലറാണ്. നിങ്ങളുടെ വാഹനങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളോട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതോടൊപ്പം തന്നെ സ്പോട്ടിൽ തന്നെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യും. ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പർച്ചേസ് ചെയ്യുന്നതിൽ കൂടുതൽ 60% വാഹനങ്ങൾ ഷോറൂമുകളിൽ നിന്ന് എക്സ്ചേഞ്ച് വരുന്നതാണ്. പിന്നീടുള്ള വാഹനങ്ങൾ കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ കൊണ്ടുതരുന്നത്, കസ്റ്റമർ നമ്മളെ കോൺടാക്ട് ചെയ്ത് അവരുടെ വീടുകളിൽ പോയി പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ വീടുകളിൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ നേരത്ത് അവർ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വാഹനങ്ങൾ പ്രോപ്പറായിട്ട് ഓണർഷിപ്പ് ചേഞ്ച് ആവുന്നുള്ളതാണ്. സ്പോട്ടിൽ തന്നെ ബെറ്റർ പ്രൈസിന് ഉൾപ്പെടെ തന്നെ നമ്മുടെ സ്പോട്ടിൽ തന്നെ അവരുടെ വാഹനങ്ങൾ നമ്മുടെ പേരിലോട്ട് ടെമ്പററി ആയിട്ട് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ഈ ഓണക്കാലമൊക്കെ ആയിട്ട് നിങ്ങളുടെ വാഹനങ്ങൾ, കണ്ടമാനം വാഹനങ്ങൾ ഷോറൂമുകളിൽ കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ വാഹനങ്ങൾ എടുക്കാൻ വേണ്ടി, അപ്പോൾ അവിടുന്ന് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുള്ളൊരു രീതിയിൽ ഞങ്ങളൊരു അനുഭവം പറയുകയാണ്. മിക്കുള്ള വാഹനങ്ങൾക്കും ആധാറോ ഫോൺ നമ്പറോ അത് RC ബുക്കായിട്ട് ഒന്നും ലിങ്ക് ആയിരിക്കത്തില്ല. മിക്കുള്ള വാഹനങ്ങൾ ഞങ്ങളിപ്പോൾ എടുത്തുകൊണ്ട് വന്നാൽ പകുതിയോളം വാഹനങ്ങൾ RC ബുക്കും അപ്ഡേറ്റ് ആണെന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം. വെച്ചാൽ ഏറ്റവും കുറഞ്ഞത് ഫോൺ നമ്പറെങ്കിലും. അതല്ലാത്ത പക്ഷം നമ്മൾ ആ വാഹനങ്ങളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ നേരത്തെ കൂടുതൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വാഹനങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഷോപ്പിൽ കൊണ്ടുവന്ന് പേപ്പറുകളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് അതിനുശേഷം മാത്രമാണ് നമ്മൾ ഈ വാഹനങ്ങൾ സെല്ല് ചെയ്തുള്ളത്. ചില കേസിലൊക്കെ പേപ്പറുകൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നല്ല കാലതാമസം വരും. കസ്റ്റമർ എബ്രോഡ് ആയിരിക്കും, അതല്ലെങ്കിൽ ഇവരുടെ ആധാറിലെ ഫോൺ നമ്പറും ആധാറിലെ പേരും RC ബുക്കിലെ പേരും തമ്മിൽ മിസ്മാച്ച് കാണും. ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഫോൺ നമ്പറൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ അത്യാവശ്യം ഡിലേ വരും. നമ്മളത് സഹിച്ച് ടൈം എടുത്ത് വാഹനങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം പ്രോപ്പറായിട്ട് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം വന്നാൽ മാത്രമേ നമ്മൾ ഈ വാഹനം മറ്റുള്ളവർക്ക് സെല്ല് ചെയ്യത്തുള്ളൂ. അതല്ലാതെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നിലവിൽ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കയ്യിലോട്ടൊക്കെ നിങ്ങളുടെ വാഹനങ്ങൾ എത്താൻ നേരത്ത് അവർ ചിലപ്പോഴൊന്നും ഇതിനകത്തൊന്നും മെനക്കെടാൻ നിൽക്കത്തില്ല. ഈ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനും നിങ്ങളെ OTP വിളിക്കാനും ഒന്നും മെനക്കെടാൻ നിൽക്കത്തില്ല. ചിലപ്പോൾ നിങ്ങളെ OTP വിളിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ ഒരുപാട് OTPയുടെ ആവശ്യമുണ്ട് ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ പേര് മാറുന്നതിന്. അപ്പോൾ നിങ്ങൾ നീരസം കാണിക്കും, അപ്പോൾ അവർ ഇട്ടിട്ട് പോകും. അവർ കിട്ടുന്ന ലാഭത്തിന് വണ്ടി വിറ്റിട്ട് അവരവരുടെ കാര്യം നോക്കും. പക്ഷേ ഈ വാഹനങ്ങൾ റോഡിൽ ഓടുന്നിടത്തോളം കാലം എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് മാത്രമായിരിക്കും അതിനകത്ത് ഉത്തരവാദിത്തം എന്നുള്ളൊരു കാര്യം. എന്തെങ്കിലും ആക്സിഡൻറ്റോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ഇതിൻ്റെ RC ഓണറായിരിക്കും ഇതിനകത്ത് ഒന്നാം പ്രതിയായിട്ട് വരുന്നത്. അത് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ വാഹനോടമ തന്നെ നിങ്ങളായിരിക്കും ഇതിനകത്ത് ഒന്നാം പ്രതിയായിട്ട് വരുന്നത്. അപ്പം കോടതിയിൽ കോമ്പൻസേഷൻ വിധിക്കാൻ നേരത്ത് വൻ രീതിയിലുള്ള നഷ്ടപരിഹാരങ്ങൾ വരും. അത് നിങ്ങളുടെ സമ്പാദ്യത്തെക്കാളും വലുതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ മാർക്കറ്റിൽ കൊണ്ട് മറ്റ് സാധനങ്ങൾ വിൽക്കുന്ന പോണക്ക് നിങ്ങളുടെ വാഹനങ്ങൾ ഒരിക്കലും നിങ്ങൾ കൊണ്ട് വിൽക്കാതിരിക്കുക. നിങ്ങൾ ഏറ്റവും കുറഞ്ഞ നിങ്ങളുടെ വാഹനത്തിൻ്റെ പേപ്പറുകളെങ്കിലും പണിഭാഗങ്ങൾ നിസ്സാരം നമ്മൾ ചിലപ്പോൾ പണിഭാഗങ്ങളിലൊക്കെ എമൗണ്ടുകളൊക്കെ കുറച്ചിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ വാഹനത്തിൻ്റെ മറ്റ് പണിഭാഗങ്ങളല്ല, പേപ്പർ ഭാഗങ്ങൾ നിങ്ങൾ ക്ലിയർ ആയതിനു ശേഷം നിങ്ങൾ വാഹനങ്ങൾ കൊണ്ട് എവിടെയെങ്കിലും വിൽക്കാൻ ഏൽപ്പിക്കുക, അല്ലെ ഷോറൂമുകളിൽ കൊണ്ട് എക്സ്ചേഞ്ചിന് കൊടുക്കാനായിട്ട് നിങ്ങൾ അവിടെ ഏൽപ്പിക്കുക. അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് നിങ്ങൾക്കായിരിക്കും. അപ്പം നിങ്ങളതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നിരന്തരം ഇത് കണ്ടുവരുന്നത് കൊണ്ടാണ്, പ്രത്യേകിച്ച് ഓണക്കാലത്തൊക്കെ ഒരുപാട് വണ്ടികൾ അങ്ങനെ വന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.